My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. യുകെയിൽ പ്രൈവറ്റ് പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട 4 ഡ്രോബാക്സ് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് യുകെയിൽ പ്രൈവറ്റ് പെൻഷൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20%, 40%, 45% ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ 55 വയസ്സിന് മുമ്പ് നിങ്ങൾ പെൻഷനിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈ ടാക്സ് ബെനിഫിറ്റ് പൂർണ്ണമായിട്ടില്ലാതെയാകുകയും അത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു. സാധാരണ രീതിയിൽ പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് ലോങ് ടൈമാണ്. 55 വയസ്സിനുള്ളിൽ നിങ്ങൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു. രണ്ടാമത്തെ ഡ്രോബാക്സ് എന്ന് പറയുന്നത് 60,000 പൗണ്ടാണ് ഒരു വർഷത്തിലുള്ള ലിമിറ്റ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തെ ഒരുമിച്ച് നിങ്ങൾക്ക് പെൻഷനിൽ ഇടുകയും ഒരു വർഷം 60,000 എന്ന നിരക്കിൽ കഴിഞ്ഞ 4 വർഷം വരെയും ഒരുമിച്ച് നിങ്ങൾക്ക് ഇടുവാൻ സാധിക്കും. ഒരു വർഷം മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 60,000 പൗണ്ടാണ്. ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. മൂന്നാമത് 55 വയസ്സ് കഴിഞ്ഞ് പെൻഷനിൽ നിന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ എമൗണ്ടിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. സാധാരണ രീതിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഇയേഴ്സ് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ മറ്റ് ഇൻകവും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാം എത്രമാത്രം വിഡ്രോ ചെയ്യണമെന്ന്. അതുപ്രകാരം വിഡ്രോ ചെയ്ത് ടാക്സ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ടാക്സ് ഫ്രീ ആണെങ്കിലും വിഡ്രോ ചെയ്യുമ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് വിഡ്രോ ചെയ്യുമ്പോൾ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. നാലാമതായിട്ട് സാധാരണ രീതിയിൽ പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഷെയർസ് ആൻഡ് സ്റ്റോക്കിലോ മറ്റ് മ്യൂച്വൽ ഫണ്ട്, ബോണ്ട് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഷെയർസിൻ്റെയോ മ്യൂച്വൽ ഫണ്ടിൻ്റെയോ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഷെയർസോ മ്യൂച്വൽ ഫണ്ടോ പെർഫോം നന്നായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഇൻകത്തെ ബാധിക്കുകയും ഒരുപക്ഷെ അത് ബെനിഫിറ്റ് ഇല്ലാതെ വരികയും ചെയ്യുന്നു. സാധാരണ രീതിയിൽ പ്രൈവറ്റ് പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത് മുതൽ പോകാതെ റിട്ടേൺ കുറവായിട്ടുള്ള ബോണ്ട്സ് ഈ രീതിയിലാണ് സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതല്ലാതെ ഷെയർസിലോ സെക്യൂരിറ്റിയിലോ മറ്റ് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പെൻഷനെ ബാധിക്കുകയും അങ്ങനെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഇൻകത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ 4 പ്രധാനപ്പെട്ട ഡ്രോബാക്സ് ആണ് സാധാരണ രീതിയിൽ യുകെയിൽ പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ. ഒക്ടോബർ 18 വെള്ളിയാഴ്ച നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും നിലവിലുള്ള ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുവാനും എക്സ്പാൻഡ് ചെയ്യുവാനും അതിനുള്ള നിർദ്ദേശങ്ങളും അഡ്വൈസും കിട്ടുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.